ചില രോഗികൾ പലതരം മരുന്നുകൾ കാലങ്ങളായി കഴിക്കുന്നു. ആർത്രൈറ്റിസിനായി ദീർഘകാലം ഉപയോഗിച്ച് ഗ്യാസ്ട്രൈറ്റിസും കരൾ കിഡ്നി ആയാസവും കൂട്ടുന്നു. മോശം ഉറക്കം, സമ്മർദ്ദം, ഭക്ഷണക്രമം എന്നിവ മൂലമുള്ള ഇൻഫ്ലമേഷൻ, കോശങ്ങളിലെ വീക്കം അവരുടെ സന്ധിവേദന വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് അവർ ഒരിക്കലും അറിഞ്ഞില്ല. ചില ആളുകൾക്ക് ഹൃദയലക്ഷണങ്ങൾക്കായി വീണ്ടും സ്റ്റെന്റ് വയ്ക്കാൻ നിർദ്ദേശിക്കപ്പെടുന്നു. ബ്ലോക്കുകൾക്ക് കാരണം സ്റ്റെന്റിന്റെ കുറവല്ല, യഥാർത്ഥത്തിൽ മാനസിക സമ്മർദ്ദവും ജീവിതശൈലിയുമാണ് എന്ന കാര്യം മനസ്സിലാക്കുന്നില്ല. ചിലർ പ്രമേഹം, കിഡ്നി പ്രശ്നം, ഫാറ്റി ലിവർ എന്നിവ ഒരുമിച്ച് അനുഭവിക്കുന്നു. മൂന്നിനെയും വെവ്വേറെ മാനേജ് ചെയ്യാൻ അവരോട് പറയുന്നു. എന്നാൽ മൂലകാരണമായ ജീവിതശൈലിയുടെ താളം തിരുത്തുന്നില്ല. തൈറോയ്ഡ് പ്രശ്നങ്ങളോ PCOD ഉള്ള സ്ത്രീകൾ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ അവരുടെ ഉറക്കം കുറയുന്നു, മാനസിക സമ്മർദ്ദവും തൂക്കവും കൂടുന്നു, ദഹന പ്രശ്നങ്ങളും ആർത്തവ പ്രശ്നങ്ങളും വർദ്ധിക്കുന്നു. സോറിയാസിസ് പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുള്ളവർ വർഷങ്ങളോളം മരുന്നുകൾ ഉപയോഗിക്കുന്നു. എന്നാൽ ആന്തരിക വീക്കം, ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം, ജീവിതശൈലി എന്നിവയാണ് പ്രധാന കാര്യങ്ങളെന്ന് അവർ അറിയുന്നില്ല. ചർമ്മത്തിൽ മാത്രമായി നിന്നിരുന്ന രോഗം പതുക്കെ സന്ധികളെ ബാധിച്ച് ആർത്രൈറ്റിസും സ്റ്റിറോയിഡ് മരുന്നുകളുടെ പാർശ്വഫലങ്ങളുമായി പ്രമേഹവും പ്രഷറും കൂടി ഉണ്ടാകുന്നു. അങ്ങനെ രോഗവും മരുന്നുകളുടെ എണ്ണവും കൂടുന്നു. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.